ദുരന്തങ്ങളെ അത് മനോഹരമായി ഈ ലോകത്തോട് ഒളിച്ച ലോകത്തിന്റെ നേതാവ് ഇന്ന് നമ്മുടെ നാടുകളിൽ ലഹരിക്കെതിരെയുള്ള ഐതിഹാസികമായ സന്ധിയില്ല സമര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിബന്ധനാഘോഷ പരിപാടികളിൽ കാലിക പ്രസക്തമായ വിട്ടുവീഴ്ചകളും സംഘാടന കൊണ്ടുവന്നിരിക്കുന്നു. ഈ ദിവസം ഉൾപ്പെടെയുള്ള ടീമിന്റെ പരിപാടി ഇവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം പോലെ ഈ വർഷം വന്നതിൽ വളരെയേറെ സന്തോഷം. കഴിഞ്ഞ വർഷം സമയത്തിന്റെ പരിമിതിയായിരുന്നെങ്കിൽ ഈ വർഷം മറ്റൊരു രീതിയിൽ സമയം നമ്മളെ പരിമിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നോടെ യാഥാർത്ഥ്യം. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. മാലൂരിന്റെ സുന്ദരമായ റോഡുകളിലൂടെ തലശ്ശേരിയിൽ ഞാൻ മാലൂരിലേക്ക് വരുമ്പോൾ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വശ്യസുന്ദര ഭൂപ്രദേശമായ കൊച്ചു കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക മൂല്യമുള്ള തലയുടെയും കരകളുടെയും നാടായ കണ്ണൂരിന്റെ മനോഹരമായ മലയോര മലകളിലൂടെ ചേർന്ന് കിടക്കുന്ന മാലൂരിന്റെ പ്രകൃതി രമണീയമായ സൗന്ദര്യം. നബിദിനാഘോഷ പരിപാടികളിൽ തിങ്ങി നിറയുന്ന ജനസാന്നിധ്യം വലിയ പ്രത്യേകതയാണ്. കുടുംബങ്ങളെല്ലാവരും പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട് മക്കളുടെ പ്രവാചക പ്രകീർത്തനങ്ങളും മക്കളുടെ കലാപരിപാടികളും സർഗാത്മകതയും മൗലൂദ് വരാനും ഉൾപ്പെടെ അവിടെ സർഗാത്മകമായ പരിപാടികളൊക്കെ കാണുമ്പോൾ സ്വന്തം ഉമ്മയുടെ മുന്നിൽ ഉപ്പയുടെ മുന്നിൽ ഈ നാടിന്റെ മുന്നിൽ ഈ ജനാവലിയുടെ മുന്നിൽ മക്കൾ അവതരിപ്പിക്കുന്ന അത്തരം സർഗാത്മകതയെ ചേർത്ത് പിടിച്ചുകൊണ്ടൊക്കെ മക്കളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തത് പുതിയ കാലഘട്ടം ഡിജിറ്റൽ കാലഘട്ടമാണ്. ഭക്ഷണം കഴിക്കണം. ഇപ്പം ഭക്ഷണം വേണമെന്ന് വിചാരിച്ചാൽ മൊബൈൽ ഫോൺ രണ്ട് നിർത്തിയാൽ മതി, വീട്ടിന്റെ മുന്നിൽ ഭക്ഷണം. ഏഴാം കടലക്കര കിടക്കുന്ന പ്രിയപ്പെട്ട പ്രിയതമനെ ഇപ്പം കാണുന്നത് തോന്നിയാൽ ഒരു വീഡിയോ കോൾ ചെയ്താൽ ഇപ്പോ ഏഴാം കടലക്കര കിടക്കുന്ന പ്രിയപ്പെട്ട പ്രിയതമനെ കാണാം. ടെക്നോളജിയുടെ വികാസം, ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഫലമായി വലിയ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, സൊസൈറ്റിയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. 9 മാസത്തിന് ശേഷം സുനിത വില്യംസ് ബഹിരാകാശത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയ ടെക്നോളജിയുടെ ശാസ്ത്രത്തിന്റെ പുരോഗതിയൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാർ, ഇനി സംഘാടകർക്ക് വെച്ച് 2ാം വർഷം ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഇത് നമ്മുടെ മക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ടല്ല ഇങ്ങനൊരു പ്രോഗ്രാം കൊടുക്കുന്നു. ഇന്ന് കാണുന്ന അപകടങ്ങൾ നാളെ നമ്മുടെ വീടുകളിൽ എത്താതിരിക്കാനുള്ള മികച്ച പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കിട്ടുന്ന ഏക സദസ് ഇത്തരം സദസ്സാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇതിന്റെ സംഘാടകർ കൃത്യമായി ഈ പരിപാടി ഇതിലൂടെ വിഷയം ചെയ്തിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലഘട്ടം. സൗഹൃദങ്ങളുടെ മൊബൈൽ ഫോണുകളുടെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമൂഹിക ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. അവരവരിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാലഘട്ടമാണ്. സാമൂഹിക ബോധങ്ങളെ കുറിച്ചുള്ള കുറവുകൾ വർത്തമാന കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ ഒരു വലിയ വിഭാഗത്തിന് വന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട വർത്തമാന കാലഘട്ടമാണ്. അപ്പൊ ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജനിച്ചത്. അതുകൊണ്ട് നമ്മൾ പണ്ട് ചെമ്പ് തോന്നുന്നത് പണ്ട് കഞ്ഞി കുടിച്ച